അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി എന്ന് ചോദിച്ചാൽ ഈ മറ്റ് പാർട്ടികളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചു. കോൺഗ്രസിനോടും CPI-യോടും CPM-നോടും VCK-യോടും മറ്റെല്ലാ പാർട്ടിക്കാരോടും അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, DMK അണ്ണാ DMK ഒഴിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ പാർട്ടികളും കമ്മിറ്റി കൊടുത്തിട്ട് ആലോചിക്കട്ടെ, പിടിക്കട്ടെ, നോക്കട്ടെ, നിൽക്ക്, വെയിറ്റ് പണ്ണുങ്കോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ വിജയ്ക്ക് ഉടനെ തന്നെ സത്യപ്രതിജ്ഞയാണ്. പുള്ളി സത്യപ്രതിജ്ഞയ്ക്ക് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു. പന്തലിട്ടതിന് ശേഷമാണ് ഈ പിന്തുണ കത്തിൻ്റെ കാര്യം ഓർത്തത്. ഗവർണറെ പോയി കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞു 107 ഉള്ളൂ, 118 ആളുടെ ലിസ്റ്റുമായിട്ട് പോവാ, എന്നിട്ട് ഞാൻ സത്യവാചകം ചൊല്ലിത്തരാം, അല്പം ക്ഷമിക്ക് എന്ന് പറഞ്ഞ് മടക്കി വെച്ചു. വിജയ് അങ്ങനെ ഓടി ഓടി എത്തിയത് കോൺഗ്രസ് ഓഫീസിലാണ്. കോൺഗ്രസ്സുകാർ ഒന്ന് ആലോചിച്ച് പോകണം. 2004 മുതൽക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ല, UPA-യുടെ അവിഭാജ്യ ഘടകമാണ് DMK. 2004 മുതൽ ഈ ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കുമ്പോൾ അച്ഛൻ വധൂവരന്മാർക്ക് ചൊല്ലിക്കെടുക്കുന്ന ചില പ്രതിജ്ഞകൾ കേട്ടില്ലേ? സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും വേദനയിലും എന്താണ് 4 കണ്ണ് 2 കണ്ണാവുന്നവരെ യോജിച്ച് നിൽക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. അല്ലാതെ ഈ SPയെ പോലെയോ BSPയെ പോലെയോ ഉള്ളൊരു പാർട്ടിയല്ല.